Hi all. Once again, welcome back to M-Favor Learning App. ഞാൻ സിപ്പി നൂറുദ്ദീൻ. നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും കോൺഫിഡൻസ് നൽകുന്ന ഒരു ടോപ്പിക്കാണ് സാഹിത്യ പുരസ്കാരങ്ങൾ. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തുകൊണ്ട് 2023-24 വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ, അവയുടെ ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. ഈ ഒരു ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയ്ക്കും കുറഞ്ഞത് 1 മാർക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് നിങ്ങളിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ PDF നോട്ട് M-Favor കേരള PSC എന്ന ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിനായിട്ട് ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് M-Favor കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ നിന്നും നേരിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം. ശ്രദ്ധിക്കാം. ആദ്യ ചോദ്യത്തിലേക്ക്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. ഗുൽസാർ, ഉറുദു സാഹിത്യകാരനാണ്. സ്വാമി രാമഭദ്രാചാര്യ, സംസ്കൃതത്തിലെ സാഹിത്യകാരനാണ്. അപ്പോ 2023 ജ്ഞാനപീഠം എത്രാമത്തേതാ? 58ാമത്. അപ്പോ 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. ഉറുദു ഭാഷയിൽ നിന്നും ഗുൽസാർ, സംസ്കൃത ഭാഷയിൽ നിന്നും സ്വാമി രാമഭദ്രാചാര്യ. ഇവര് 2 പേരുടെയും ഭാഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2022 57ാമത് പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോ, ഗോവാക്കാരനാണ്, കൊങ്കണി ഭാഷ. ഓക്കെ. അടുത്തതായിട്ട് മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് EV രാമകൃഷ്ണനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത്. കണ്ടോ, മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകം രചിച്ച EV രാമകൃഷ്ണനാണ് 2023 മലയാള ഭാഷയിൽ കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചിരിക്കുന്നത് പ്രിയ AS, പുസ്തകം പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ ബാലസാഹിത്യ പുരസ്കാരം 2023 നേടിയിരിക്കുന്നത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി അവരുടെ പുസ്തകം എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സുധാമൂർത്തിയെ രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സുധാമൂർത്തി ഇവിടെയും ആ ഒരു ഉത്തരം കയറി വരികയാണ്. ഇനി 2023 യുവ പുരസ്കാരം മലയാള ഭാഷയിൽ നേടിയിരിക്കുന്നത് ഗണേഷ് പുത്തൂർ. ഓക്കെ, പുസ്തകം അച്ഛന്റെ അലമാര. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സുധാമൂർത്തി എന്ന് പറയുന്ന ആ ഒരു നാമം തന്നെയാണ്. അടുത്തിലേക്ക് പോവാം. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയിരിക്കുന്നത് ഒരു മലയാളിയാണ്, പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന പുസ്തകത്തിനാണ്. 2022 32ാമത് പുരസ്കാരം നേടിയത് ശിവശങ്കരി, സൂര്യവംശം എന്ന അവരുടെ പുസ്തകത്തിനാണത് ലഭിച്ചിരിക്കുന്നത്. സരസ്വതി സമ്മാൻ പുരസ്കാരം 1991 KK ബിർള ഫൗണ്ടേഷൻ ആണ് ഇത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പുരസ്കാരം തന്നെ സ്ഥാപിക്കുന്നത്, അല്ലെ? ഇതിന്റെ ആകെ സമ്മാന തുക എത്രയാണ്? PSC ചോദ്യമാണ്. 15 ലക്ഷം, അല്ലെ? 15 ലക്ഷം രൂപയാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത്, ഈ ഒരു പുരസ്കാരം ഇത്തവണ നേടിയിരിക്കുന്നത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. ഓക്കെ. രൗദ്ര സാത്വികം 2022 ശിവശങ്കരി, അല്ലെ? സൂര്യവംശം എന്ന പുസ്തകം എഴുതിയതിനാണ്. ഇനി ഇതുപോലെ തന്നെ വ്യാസമ്മാൻ പുരസ്കാരം. ഓക്കെ, കണ്ടോ, 2023 33ാമത് സരസ്വതി സമ്മാൻ എന്നതിന് പോലെ തന്നെ 2023 33ാമത് വ്യാസമ്മാൻ പുരസ്കാരം നേടിയിരിക്കുന്നത് പുഷ്പ ഭാരതി, യാദേൻ ഓർ യാദേൻ എന്ന
പുസ്തകത്തിനാണ്. 2022 32ാമത് വ്യാസമ്മാൻ പുരസ്കാരം ഗ്യാൻ ചതുർവേദി, അല്ലെ, പുസ്തകം പാഗൽഖാന എന്നുള്ളതാണ്. അപ്പോൾ വ്യാസമ്മാൻ പുരസ്കാരത്തെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇതും സെയിം 1991 തന്നെ KK ബിർള ഫൗണ്ടേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹിന്ദി ഭാഷയിലെ പുസ്തകങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, സരസ്വതി സമ്മാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യാസമ്മാന്റെ കാര്യത്തിൽ ഹിന്ദി ഭാഷ സാഹിത്യത്തിനാണ് അവാർഡുകൾ നൽകുന്നത്. ആകെ സമ്മാനത്തുക എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ സരസ്വതി സമ്മാൻ ഏതൊക്കെ ഭാഷയാണ്? നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള 22 ഭാഷകളുണ്ട്, അല്ലെ, ഷെഡ്യൂൾഡ് പട്ടികയിൽ പെടുത്തിയിട്ടുള്ള 22 ഭാഷകൾ. അവയിലാണ് ഈ പറയുന്ന പുരസ്കാരം കൊടുക്കുന്നത് സരസ്വതി സമ്മാൻ. നേരെ മറിച്ച് വ്യാസ സമ്മാൻ ഹിന്ദി ഭാഷയിലാണ് എന്നുള്ളതുകൂടി ഓർത്ത് വെച്ചാൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. ചോദ്യം എങ്ങനെ വന്നാലും ഉത്തരം കൊടുക്കാൻ സാധിക്കും. ഇനി 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരുമാൾ മുരുകൻ, തമിഴനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഫയർ ബേർഡ്. തമിഴിലാണ് അദ്ദേഹം എഴുതിയത്. ആളണ്ട പച്ചി എന്നുള്ളതാണ് തമിഴിലെ ആ പുസ്തകം. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഫയർ ബേർഡ് എന്നുള്ള രീതിയിൽ. വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് കേട്ടോ. അതായത് ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സാഹിത്യ ഗ്രന്ഥത്തിനാണ് ഈ പറയുന്ന പുരസ്കാരം നൽകുന്നത്. അപ്പൊ 2023 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പെരുമാൾ മുരുകനാണ്. JCB സാഹിത്യ പുരസ്കാരത്തിന്റെ ആകെ സമ്മാന തുക എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ്, അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും, അതായത് ദ മോസ്റ്റ് വാല്യുബിൾ ലിറ്ററേച്ചർ പ്രൈസ്, ഏറ്റവും മൂല്യമേറിയ സാഹിത്യ പുരസ്കാരമാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പൊ JCB സാഹിത്യ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് 2 വർഷം മുന്നേ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പ്രഥമ JCB സാഹിത്യ പുരസ്കാര ജേതാവ് 2018, അല്ലെ, ബെന്യാമിൻ. അതൊക്കെ പണ്ടത്തെ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോളണം. ഇനി 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്, 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് എന്നോ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നോ ചോദിക്കും. വെറും ബുക്കർ പ്രൈസ് അല്ല, ഇന്റർനാഷണൽ അഥവാ അന്താരാഷ്ട്ര. 2023 നേടിയിരിക്കുന്നത് ജോർജി ഗോസ്പഡിനോവ്, അല്ലെ. സോ അതിൽ ഏറ്റവും പ്രധാനം, അദ്ദേഹം ബൾഗേറിയക്കാരനാണ്, യൂറോപ്യൻ രാജ്യമായ ബൾഗേറിയക്കാരൻ. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ടൈം ഷെൽട്ടർ. ഓക്കെ, അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഏഞ്ചല റോഡൽ. ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകമായിരിക്കും, അതിന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അത്തരത്തിൽ ഏറ്റവും മികച്ച സാഹിത്യത്തിന് നൽകുന്ന പുരസ്കാരമാണ് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനലി അത് ഇംഗ്ലീഷിലല്ല, ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലെ ഭാഷയിലായിരിക്കും. അപ്പോൾ ടൈം ഷെൽട്ടർ, അല്ലെ, ടൈം ഷെൽട്ടർ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഏഞ്ചല റോഡൽ. അപ്പോൾ ശ്രദ്ധിക്കണം, 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ജോർജി ഗോസ്പഡിനോവ്. അദ്ദേഹത്തിന്റെ പുസ്തകം ടൈം ഷെൽട്ടർ. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ബൾഗേറിയക്കാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഏഞ്ചല റോഡൽ. ഇതേ 2023 ബുക്കർ പ്രൈസിന് വേണ്ടിയിട്ട് ലോങ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു 10-15 പേരെ ആദ്യം ലോങ് ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് കുറച്ച് പേരെ അങ്ങ് ഒഴിവാക്കിയതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന ജൂറി അന്തിമ ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ PSC പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ലോങ് ലിസ്റ്റ് ചെയ്യപ്പോൾ ഉൾപ്പെട്ട വ്യക്തി ഈ പറയുന്ന പെരുമാൾ മുരുകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ട, ലോങ് ലിസ്റ്റ് ചെയ്യപ്പെട്ട പുസ്തകമാണ് പയർ എന്നുള്ളത്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അനിരുദ്ധൻ വാസുദേവൻ. ഇനി ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അത് സൽമാൻ റുഷ്ദി ആണ് കേട്ടോ. സൽമാൻ റുഷ്ദി, ഇന്ത്യൻ വംശജൻ കൂടിയായ സൽമാൻ റുഷ്ദി. അടുത്തതായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്കറിയ. കണ്ടോ, പോൾ സക്കറിയ. 2022 സേതു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സേതു മാധവൻ എന്നാണ്. സേതു മാധവൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരും കൂടി പഠിച്ചുകൊള്ളുക. വെറും സേതു എന്ന് പഠിച്ചു വെക്കാതെ സേതു മാധവൻ എന്നുള്ള പേരും കൂടി ഓർത്തിരിക്കുക. സോ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 പോൾ സക്കറിയ, 2022 സേതു. ഇനി ഇതുപോലെ തന്നെ 2023 എഴുത്തച്ഛൻ പുരസ്കാരം 2023 SK വസന്തൻ. ഓക്കെ, 2022 സെയിം സേതു തന്നെയാണ്.
ഇനി ബാലാമണിയമ്മ പുരസ്കാരം 2023 ബാലാമണിയമ്മ പുരസ്കാരം നേടിയിരിക്കുന്നത് എം തോമസ് മാത്യു, 2022 എം കെ സാനു. ഓക്കെ, സോ എം കെ സാനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. 2024 എം കെ സാനു പുരസ്കാരം നേടിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ. തകഴി സ്മാരക സമിതിയുടെ 2023 തകഴി പുരസ്കാരം നേടിയിരിക്കുന്നത് എം കെ സാനു. 2022 എം മുകുന്ദൻ. ഓക്കെ, ശ്രദ്ധിക്കണം. ബാലാമണി അമ്മ പുരസ്കാരം 2023 തോമസ് മാത്യു, എം തോമസ് മാത്യു. 2022 ഇത് ലഭിച്ചത് എം കെ സാനു. എന്തുകൊണ്ട് നമ്മൾ 2022 കാര്യം ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ 2023 പ്രഖ്യാപിക്കപ്പെട്ട പല അവാർഡുകളും 2022 അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടി വരുന്നത് കേട്ടോ. 2024 എം കെ സാനു പുരസ്കാരം എം ടി വാസുദേവൻ നായർ. എന്നാൽ 2023 തകഴി പുരസ്കാരം എം കെ സാനുവിന് ലഭിച്ചു. 2022 എം മുകുന്ദനായിരുന്നു. അത് കേരള PSC ചോദ്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ 2023 തകഴി പുരസ്കാരം എം കെ സാനു, 2022 എം മുകുന്ദൻ. 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം എം തോമസ് മാത്യു കേട്ടോ. അത് വീണ്ടും എം തോമസ് മാത്യു ആണ്. എം തോമസ് മാത്യുവിന് 2023 ബാലാമണി അമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേ എം തോമസ് മാത്യുവിന് ലഭിച്ച മറ്റൊരു പുരസ്കാരമാണ് 2022 സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പുരസ്കാരം. ഇനി സ്ഥിരം ചോദ്യമാണ്. PF മാത്യൂസുമായി ബന്ധപ്പെട്ട് കേരള PSC എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 2023 നവീന സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെ 10ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം. OV വിജയൻ സാഹിത്യ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നവീന സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെ 10ാമത് OV വിജയൻ, ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കലാകേന്ദ്രമാണ്. അവാർഡ് 2023 ലഭിച്ചിരിക്കുന്നത് PF മാത്യൂസ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകം മുഴക്കം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഴക്കം എന്ന നോവൽ രചിച്ചതിനാണ് PF മാത്യൂസിന് അവാർഡ് ലഭിച്ചത്. ഇനി ONV കൾച്ചറൽ അക്കാഡമിയുടെ 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2024 ONV സാഹിത്യ പുരസ്കാരം ആര് നൽകുന്നു? ONV കൾച്ചറൽ അക്കാഡമിയുടെ. ലഭിച്ചിരിക്കുന്നത് പ്രതിഭ റായ്. 2023 അത് ലഭിച്ചത് C രാധാകൃഷ്ണനാണ്. 2023 C രാധാകൃഷ്ണൻ. 2024 ONV കൾച്ചറൽ അക്കാഡമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് ദുർഗാപ്രസാദ്. രാത്രിയിൽ അച്ചാങ്കര എന്ന നോവലിനാണ് ദുർഗാപ്രസാദിന് അവാർഡ് ലഭിച്ചത്. സോ ONV കൾച്ചറൽ അക്കാഡമിയുടെ 2024 ONV സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്ന വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതിഭ റായ്. മലയാളിയല്ല, പുറത്തുള്ള ഒരു വ്യക്തിക്കാണ് അത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. 2023 C രാധാകൃഷ്ണൻ. 2024 അഷിത മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ് ആണ്. 2023 അത് ലഭിച്ചിരുന്നത് സുഭാഷ് ചന്ദ്രനായിരുന്നു കേട്ടോ. സുഭാഷ് ചന്ദ്രൻ. ഇനി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാറ ജോസഫിന്റെ അടുത്തൊരു അവാർഡാണ് 2024 മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. അത് സാറ ജോസഫാണ്. അവരുടെ നോവൽ എസ്തർ എന്ന നോവലിനാണ് ഈ അവാർഡ് ലഭിച്ചത്. 2023 16ാമത് പുരസ്കാരം ലഭിച്ചത് ബെന്യാമിൻ ആയിരുന്നു. നോവൽ എന്ന് പറയുന്നത് നിശബ്ദ സഞ്ചാരങ്ങൾ. അപ്പോ സാറ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് 2 അവാർഡുകളാണ് 2024 നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് അഷിത മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരം, 2 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം അല്ലെ. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം. അഷിത മെമ്മോറിയൽ 2023 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനായിരുന്നു. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം 2023 ബെന്യാമിനായിരുന്നു കേട്ടോ. ബെന്യാമിൻ. ഇനി ഈ പറയുന്ന സുഭാഷ് ചന്ദ്രന് ലഭിച്ച മറ്റ് 2 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. 2023 പത്മപ്രഭ പുരസ്കാരം, 2023 പത്മപ്രഭ പുരസ്കാരവും 2024 അക്ബർ കക്കാട്ടിൽ പുരസ്കാരവും, അതായത് അദ്ദേഹത്തിന്റെ സമുദ്രശില എന്ന ഒരു പുസ്തകം രചിച്ചതിന്, നോവൽ രചിച്ചതിന് അദ്ദേഹത്തിന് 2024 അക്ബർ കക്കാട്ടിൽ പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, 2023 മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ് അല്ലെ, ബെന്യാമിനാണ്. ഇനി 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ. 2024 അക്ബർ കക്കാട്ടിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും സുഭാഷ് ചന്ദ്രനാണ്. നോവൽ സമുദ്രശില. 2024 കാക്കനാടൻ സാഹിത്യ പുരസ്കാരം
വി ജി തമ്പി. അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് ഇതം പാരാമിതം. 2023 കെ വി മോഹൻകുമാർ. സമ്പൂർണ്ണ കഥകൾ എന്ന പുസ്തകം രചിച്ചതിനാണ്. അത് നോക്കി വെക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയാം. 2023 നൊബേൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നോർവേക്കാരനായ യോൺ ഫോസെയാണ്. യോൺ ഫോസെ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം ദ സെപ്റ്റോളജി, അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വയ്ക്കുക. ദ സെപ്റ്റോളജി. നോർവേക്കാരനാണ്. 2024 38ാമത് മൂലൂർ പുരസ്കാരം നേടിയിരിക്കുന്നത് കെ രാജഗോപാൽ. പുസ്തകം പ്രതികാലം. 2023 37ാമത് നേടിയത് ഷീജ വക്കം. പുസ്തകം ശിഖണ്ഡിനി. ഇതുപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്, 2024 കടമനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദാണ്. 2023 അത് ലഭിച്ചത് പ്രഭാവർമ്മ. കേരള സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ തെലുഗു സാഹിത്യകാരൻ ബെതവൂലു രാമബ്രഹ്മം. ഇത് 2023 പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് 2021 അവാർഡായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് കേട്ടോ. കേരള സാഹിത്യ അക്കാദമിയുടെ 2021 ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ തെലുഗു സാഹിത്യകാരനാണ് ബെതവേലു രാമബ്രഹ്മം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചത് ജോർജി കോസ്പിഡിനോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2023 ആയിരുന്നു. ഇത് വെറും ബുക്കർ പ്രൈസ്. വെറും ബുക്കർ പ്രൈസ് ചോദിക്കുകയാണെങ്കിൽ 2023 ബുക്കർ പ്രൈസ് നേടിയിരിക്കുന്നത് പോൾ ലിഞ്ച് ആണ്. അയർലൻഡുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് സോങ്. പ്രോഫിറ്റ് സോങ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. അതിനാണ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി 2023 ബുക്കർ പ്രൈസിനായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാൽ ചേതന മറു. പുസ്തകം വെസ്റ്റേൺ ലൈൻ. ഇനി 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ശ്രീലങ്കക്കാരനാണ് ഷഹാൻ കരണത്തിലക, അല്ലെ. അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം ദ 7 മൂൺസ് ഓഫ് മാലി അൽമേഡ. കണ്ടോ, ഇതാണ് പോൾ ലിഞ്ച് എന്ന് പറയുന്നത്. പോൾ ലിഞ്ച് 2023 2022 ഷഹാൻ കരണത്തിലക. ഇനി ഓടക്കുഴൽ പുരസ്കാരമാണ്. 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയിരിക്കുന്നത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന പുസ്തകം രചിച്ചതിനാണ്. 2022 അംബിക സുധൻ മങ്ങാട്. പുസ്തകം വന്നിട്ട് പ്രാണവായു. കണ്ടോ, കവിത മാംസഭോജിയാണ്. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു വരുമ്പോഴേക്കും ഈ പുസ്തകം കണ്ട് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. PN ഗോപികൃഷ്ണൻ, പ്രാണവായു, അംബിക സുധൻ മങ്ങാട്. അപ്പോൾ 2023 ഓടക്കുഴൽ പുരസ്കാരം PN ഗോപികൃഷ്ണൻ, 2022 അംബിക സുധൻ മങ്ങാട്, അല്ലെ. 1968 ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മയിൽ ഈ പറയുന്ന പുരസ്കാരം സ്ഥാപിക്കുന്നത്, അല്ലെ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു GK പാർട്ടാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. 2023 കെ ബാലകൃഷ്ണൻ നമ്പ്യാർ പുരസ്കാരം നേടിയിരിക്കുന്നതും PN ഗോപികൃഷ്ണനാണ്. ഈ പറയുന്ന സെയിം പുസ്തകത്തിനാണ് അത് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. 2023 PN ഗോപികൃഷ്ണന് 2 പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ലേറ്റസ്റ്റ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2023 ചെറുകാട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിനോദ് കൃഷ്ണ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് 9mm ബെറേറ്റ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് ഈ ചെറുകാട് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ 2023 CV കുഞ്ഞിരാമൻ പുരസ്കാരം, സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് പെരുമ്പടവം ശ്രീധരൻ. 2024 തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരം നേടിയത്. ഇത് ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ചോദ്യമായിരുന്നു, അല്ലെ. ഈ പറയുന്ന ബഷീർ സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് സന്തോഷ് കുമാറാണ്. നാരകങ്ങളുടെ ഉപമ എന്ന പുസ്തകം രചിച്ചതിനാണ് സന്തോഷ് കുമാറിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി 2024 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി ആണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് നോക്കേണ്ടത് 2023 മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് VJ ജെയിംസ് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ആന്റി ക്ലോക്കിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ, അന്തർദേശീയ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരത്തുള്ളൂ. ഉറപ്പായിട്ടും ഏതൊരു പരീക്ഷയ്ക്കും 1 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു PDF പഠിക്കുന്നതിലൂടെ ലഭിച്ചിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. താങ്ക് യു.